ത്രിയേകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിന് ഏറ്റവും പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. സമയം വളരെ വൈകിയിരിക്കുന്നു. എങ്കിലും ഹെബ്രായ ലേഖനം 12-ാം അധ്യായം വായിച്ചു കേട്ടപ്പോൾ പലരും ആൻറ്റിക്ക് മാറിപ്പോയതാണോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഇന്നലെ എടുത്തു വെച്ചതാണോ എന്ന്. അത് ഞാൻ ഇന്നത്തെ പാഠഭാഗം അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛനും എന്നോട് അയ്യോ ഇന്നലെയും. പക്ഷെ കൊച്ചമ്മ പേടിക്കേണ്ട, ഒന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ നമുക്ക് മാറ്റാം, വേണ്ട അത് തന്നെ. അപ്പോൾ ആൻറ്റിക്ക് മാറിപ്പോയതല്ല, സമൃദ്ധമായ ജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വീണ്ടും ഹെബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണമെന്നതായിരുന്നു ആഗ്രഹവും നമ്മളെക്കുറിച്ചുള്ള വിചാരവും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരാണ്ടിൻ്റെ ആരംഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ജനുവരി മാസം വളരെ പ്രതീക്ഷയുടെ മാസമാണ്. കഴിഞ്ഞ പലതിനെ ഉപേക്ഷിച്ചുവെന്നും പുതിയതിനെ പലതിനെ സ്വീകരിക്കുമെന്നും കഴിഞ്ഞ കാലത്തിലെ വേദനകളെല്ലാം മാറണമെന്നും പുതിയ വർഷം അനുഗ്രഹപ്രദമാകണമെന്നുമൊക്കെ ആഗ്രഹത്തോടെയാണ് 2024 എന്ന കൃപയുടെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ആമുഖമായി പറയട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് പ്രോമിസ് ചെയ്യുകയാണ്, മുൻപുള്ളവയെക്കുറിച്ച് നീ ഓർക്കേണ്ട, പിൻപുള്ളവയെക്കുറിച്ച് നീ വിചാരിക്കുകയും വേണ്ട. ഇതാ ഞാനൊന്ന് പുതിയത് ചെയ്യുന്നു, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളെയും നൽകുന്ന യഹോവ ഞാനാകുന്നു എന്ന്. പണ്ടുള്ള വേദനകളെക്കുറിച്ചോ പണ്ടുള്ള പരാജയങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മരുഭൂമിയുടെ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ അതിൻ്റെ മധ്യത്തിൽ എനിക്കും എൻ്റെ തലമുറയ്ക്കും വഴി തുറക്കാൻ ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. 2, നിർജ്ജന പ്രദേശം, ജനവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും നദീതടങ്ങളെ സൃഷ്ടിച്ച് സമൃദ്ധമായ ജീവൻ നൽകാൻ മതിയായ ഒരു കർത്താവ് നമുക്കുണ്ട്. എന്നാൽ ഈ ഒരു പുതിയ വർഷം, നമുക്കറിയാം വർഷം എന്ന മലയാള പദത്തിന് മഴ എന്നൊരർത്ഥം കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ പുതുവർഷം എന്ന് പറയുന്നത് പുതുമഴയാണ്. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഭൂമിയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പുതുമഴ മണ്ണിലേക്ക് വീഴുമ്പോൾ മണ്ണിൽ നിന്നൊരു സുഗന്ധം ഉയരത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ അനുഭവിക്കാറുണ്ട്. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ മണ്ണിൽ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ ശക്തിപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പുതുമഴ ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ ഭൂമിയിൽ അലസമായി കിടക്കുന്ന പല വിത്തുകൾക്കും നാമ്പുകൾ പൊട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകൾക്ക് ജീവൻ വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വീണ്ടും പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പൊടി പിടിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ ഇലകളെല്ലാം ഒന്ന് വെടിപ്പുള്ളതായി തീരുന്നത് നമ്മൾ കാണാറുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിൽ പുതുമഴ പോലെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ ആണ്ടിൻ്റെ ആരംഭത്തിലെ ഒരുങ്ങി വന്നവരാണ് നമ്മൾ. കർത്താവെ, സത്യമായും കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പുതുമഴ പോലെ വീഴണമേ എന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ സുഗന്ധത്തോടെ എത്തിച്ചേരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പുതുമഴ പോലെ വീഴുന്ന മഴത്തുള്ളികൾ പോലെ ദൈവത്തിൻ്റെ വചനം ഉണങ്ങിയിരിക്കുന്ന എൻ്റെ വേരുകൾ ചിലതൊക്കെയുണ്ട്, ഉണങ്ങിയിരിക്കുകയാണ്. മാറാൻ ഞാൻ തയ്യാറല്ല. അത് പക്ഷേ എൻ്റെ ദേഷ്യമായിരിക്കും, ഒരുപക്ഷെ എൻ്റെ അസൂയയായിരിക്കും, ഒരുപക്ഷെ മറ്റുള്ളവൻ ഉയരുന്നത് കാണുമ്പോൾ എൻ്റെ ദുഃഖമായിരിക്കും, ഒരുപക്ഷെ എൻ്റെ നിരാശയായിരിക്കാം. ഉണങ്ങിയിരിക്കുന്ന എൻ്റെ വേരുകളിലേക്കൊക്കെ, ഹൃദയത്തിൻ്റെ വേരുകളിലേക്കൊക്കെ ഒരു മഞ്ഞായിട്ട് ഈ വചനം പെയ്തിറങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പുതുമഴ
ഭൂമിയിൽ ഇങ്ങനെ അലസമായി കിടക്കുന്ന വിത്തുകളുണ്ടല്ലോ, വിത്തുകളിൽ നാളങ്ങൾ, പുതിയ മുകുളങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നാം നഷ്ടപ്പെടുത്തി ചിതറിക്കിടക്കുന്ന ചില കൃപകളുണ്ട്. ഈ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൃപകൾ വീണ്ടും പൊട്ടിമുളയ്ക്കുവാനും കൃപമേൽ കൃപ പ്രാപിക്കുവാനും ഈ പുതിയ വർഷം മുഖാന്തിരമായി തീരണം ഈ വചന കേൾവി. വീണ്ടും മഴ പെയ്യുമ്പോൾ ഉണങ്ങിയിരിക്കുന്ന ചില്ലകൾക്ക് ജീവൻ വെക്കുന്നത് പോലെ ഉണങ്ങി വരണ്ടിനി ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളുമുണ്ട്. അതിലെല്ലാം ഒരു പ്രതീക്ഷയോടുകൂടി ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ മുറിവാർന്ന കരത്തിൽ മുറുക്കെ പിടിക്കുമ്പോൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നാഥൻ നമ്മളോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പുതുമഴ പെയ്ത് മണ്ണിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഇലകളെല്ലാം പൊടി കഴുകി മാറ്റുന്നത് പോലെ നമ്മളിൽ കഴുകി മാറ്റേണ്ടവയെ കർത്താവെ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ ഈ പ്രാർത്ഥനയ്ക്കായി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. യേശുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം എന്തായിരുന്നു? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തു അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിലേക്ക് വീണ്ടും ചെന്ന് ആരൂഢനായി എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ ഉപരി സമൃദ്ധമായ നിത്യമായ പിതാവിനോടൊപ്പമുള്ള വാസസ്ഥലത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവനായിരുന്നു പുത്രനായ യേശു തമ്പുരാൻ. മാലാഖമാരുടെ നാട്ടിൽ ക്രോപകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരുന്ന പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന പുത്രൻ സ്വയം ത്യജിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ നിയോഗങ്ങളെ പൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിൽ നിത്യമായി വാഴാൻ പോകാൻ വേണ്ടി എന്തിനെ സഹിച്ചു? ഈ ഭൂമിയിലെ അപമാനങ്ങളെ അവൻ അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു. എന്നിട്ടാണ് ദൈവസിംഹാസനത്തിൽ, നമുക്കെല്ലാം നിത്യജീവൻ ഇഷ്ടമല്ലേ? നിത്യജീവൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നിത്യജീവൻ വേണം. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ആർക്കെങ്കിലും മരിക്കണോ? പക്ഷെ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? നിത്യജീവൻ മസ്റ്റാണ്. പക്ഷെ മരിക്കാൻ നിത്യജീവൻ മസ്റ്റാണ്. എന്നെ ആരും ഒന്നും പറയാൻ, നിത്യജീവൻ മസ്റ്റാണ്. എന്നെ ആരും വേദനിപ്പിക്കാൻ പാടില്ല. ഒന്നും പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് വേണം? ഞാനിങ്ങനെ വെറുതെ സുഖമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്ത് പേടിച്ചോളാം? അങ്ങനെ ഇരുന്ന് സുഖമായി പ്രാർത്ഥിച്ച് ഞാൻ നിത്യജീവനിൽ എത്തിക്കോളാം എന്ന് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പറയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരാകി ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തുവിനെ പ്രതി ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളിൽ ഉണ്ടാകുന്ന ഫലം ഒരു വിശുദ്ധീകരണമാണ്. ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ എന്നിലൂടെ കായ്ക്കുന്ന ഫലം ഒരു വിശുദ്ധിയുള്ളതാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ അന്തം എന്തായി മാറുന്നത്? നിത്യജീവനായി മാറുന്നത്. കർത്താവ് നമ്മളോടും അതാ പറയുന്നത്, നോക്കുക. ഇതാണ് ലേഖന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനായിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പറയും, നമ്മളെല്ലാം ആരെ നോക്കാറുണ്ട്? യേശുവിനെ നോക്കാറുണ്ട്. കാരണം യേശുവിനെ നോക്കാതിരുന്ന നമ്മളെ ചെറുപ്പം തൊട്ടേ ശീലിച്ചതാണ്, എൻ്റെ കർത്താവിൽ നിന്നാണ് എനിക്ക് സകലതും ലഭിച്ചത്. അപ്പൊ കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്താ ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട്? തകർന്നിരിക്കുന്ന സമയത്ത് ഒരപ്പനെ പോലെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നമ്മൾ നോക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ശരിയല്ലേ? തളർന്നിരിക്കുമ്പോൾ ഒരമ്മയെ പോലെ മാറോടണയ്ക്കുന്ന ദൈവത്തെ നമ്മൾ നോക്കാറുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ സഖിയായിട്ട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ അവൻ ഓർത്തു അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതുപോലെ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായി ശ്ലീഹ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത്
എൻ്റെ പിന്നാലെ വരുവാൻ. അവനിലേക്ക് നോക്കുന്നവർ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി. എൻ്റെ സഹായം, നമ്മളെല്ലാം ഇങ്ങനെ സഹായം ആഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരാ. എന്നാൽ ദൈവം എന്നിലേക്കൊന്ന് നോക്കിയാൽ എന്തായിരിക്കും ഇന്നത്തെ എൻ്റെ റേറ്റ്? ദൈവം തിരിച്ച് എന്നിലേക്ക് നോക്കും, അല്ലേ? നമ്മൾ പഠിക്കാൻ വിടുന്ന കുഞ്ഞിനെ നോക്കുന്നത് പോലെ കുഞ്ഞ് തിരിച്ച് എന്നെയും നോക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സത്യമായും അവൻ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, അവൻ സത്യമായും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ നമ്മൾക്കൊരു കോഴ്സിന്റെ സെന്റർ മാത്രമാണ് ഇവിടെ. അതാണ് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 54 വാക്യത്തിൽ പറയുന്ന, ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. തമ്പുരാൻ എന്നിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്തു എന്നിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് നോക്കുമെന്നതിന് വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഒറ്റ തെളിവ് മാത്രം പറയാം. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 11 വാക്യത്തിലും, 8 വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 2 അധ്യായം 3 വാക്യത്തിലും ഒരേ വാക്യം ആവർത്തിക്കപ്പെടുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 1 വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 8 വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 2 അധ്യായം 3 വാക്യം, ഒരേ വാക്യം ആവർത്തിക്കപ്പെടുകയാണ്. ആദ്യം തുടങ്ങുന്നത് തന്നെ, എൻ്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് പറഞ്ഞാണ്. എന്നാൽ 1 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ യഹോവയുടെ വായ സാത്താന്റെ മുൻപിൽ പറയുകയാണ്, സാത്താനെ, എൻ്റെ ദാസനായ ഇയ്യോബിനെ നിനക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. എന്നിട്ട് വീണ്ടും ഇതെല്ലാം തന്നെ ആവർത്തിക്കുക, നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും. അപ്പോൾ സാത്താൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് അത്രേ, അല്ലെ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എൻ്റെ ഭവനത്തിന് ചുറ്റും. നമ്മളെല്ലാം ചില വേലിക്കെട്ടുകളുടെ അകത്ത് നിൽക്കുമ്പോൾ പരമഭക്തരാണ്, വളരെ ദൈവസ്നേഹികളാണ്. ഇങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര ഭക്തരാണ്. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ തളർച്ചകളും പതർച്ചകളും വരുമ്പോൾ പലപ്പോഴും തളർന്നും പതറിയും പോകുന്നവരാണോ നമ്മൾ? ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ അവന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ യഹോവ വേലി പൊളിക്കാൻ സാത്താൻ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചില വേലിക്കെട്ടുകളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള പലതും തകർന്നു പോകുമ്പോഴും ഓർക്കുക, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ശെബായരും കൽദയരും അഗ്നിയും ഉഷ്ണക്കാറ്റും ഇയ്യോബിന്റെ വസ്തുവകകളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും എല്ലാത്തിനെയും നശിപ്പിച്ചു, തൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. അപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുട്ടുമടക്കിയിരിക്കുന്ന ഇയ്യോബിനെ കണ്ടിട്ട് യഹോവ വീണ്ടും സാത്താനോട് പറഞ്ഞു, നോക്ക്, 2 അധ്യായം 3 വാക്യം, എൻ്റെ ദാസനായ ഇയ്യോബിനെ നോക്ക്, എന്ത് സംഭവിച്ചാലും എൻ്റെ ദാസനായ ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും. അതിനുശേഷം ഭാര്യ പറയുന്നുണ്ട് തള്ളിപ്പറയാൻ, സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നിന്റെ തെറ്റുകൊണ്ടാണെന്ന്. ഇയ്യോബ് അപ്പോഴും ഉറച്ചു നിന്നു, എൻ്റെ ദൈവമോ സകലത്തിലും മതിയായവനാ. ഇങ്ങനെ ഇയ്യോബിനെ കുറിച്ച് സാക്ഷിച്ചതുപോലെ 2024 എന്നെയും എൻ്റെ കുടുംബത്തെക്കുറിച്ചും യഹോവ സാക്ഷിച്ചാൽ എന്തായിരിക്കും എന്നിലും നിങ്ങളിലും കാണുന്നത്? പലപ്പോഴും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനാ ജീവിതം നടത്തുന്നതും. എന്നാൽ പലപ്പോഴും നോട്ടം ഫോക്കസ് ഓൺ ക്രൈസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ പലപ്പോഴും നമ്മളുടെ നോട്ടം തെറ്റിപ്പോകാറുണ്ട്. കാരണം എന്താണ്? കാരണം ചില അരുതുകളെയൊക്കെ താലോലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് അരുത് എന്നറിയാം, എങ്കിലും അരുതുകളെ താലോലിക്കുന്നവരാണ് നമ്മൾ. 2, പല അതിർവരമ്പുകളെയും ലംഘിക്കുന്നവരാണ് നമ്മൾ. വിശ്വാസത്തിന്റെ അതിർവരമ്പുകൾ, വിശ്വാസ ജീവിതത്തിന്റെ അതിർവരമ്പുകൾ, കുടുംബ ബന്ധത്തിലെ സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ, സഭാജീവിതത്തിന്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ച്
താൽക്കാല ഭോഗങ്ങളിൽ, തൽക്കാല ഇഷ്ടങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നോക്കുവാൻ ഒന്നാമതായി വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവസരങ്ങൾ ഇഷ്ടം പോലെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടും. പക്ഷെ ആ അവസരങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ കഷ്ടങ്ങളുടെ അവസരങ്ങൾ വന്നാൽ നമ്മൾ പറയും, എൻ്റെ കർത്താവ് അറിയാതെ പറ എനിക്കൊന്നും. എന്നാൽ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ വീട്ടിലാണെങ്കിൽ ആകേണ്ടതുപോലെ ആകണം, താഴേണ്ടതുപോലെ താഴണം, കുറച്ചുകൂടൊക്കെ ഒന്ന് വരാനുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്നാൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന അവസരങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ രോഗങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ജീവിതചര്യകൾ വ്യത്യസ്തമാണ്. എന്നാൽ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ, പക്ഷെ പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്ന നമ്മൾ എല്ലാ സുഖങ്ങളും ഉള്ളവരെ നോക്കിയിട്ടാണ് പറയുന്നത് അവരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. പക്ഷെ വേദപുസ്തകത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നത് കഷ്ടത്തിൽ കൂടി കടന്നുപോയവരെല്ലാം ദൈവത്തിൻ്റെ ഇരട്ടി സാന്നിധ്യത്തെ അനുഭവിച്ചവരാണ്. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലെ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാം. അതൊരു കഥാപാത്രമല്ല കേട്ടോ, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കാണ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് 26-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഇസഹാക്ക് തൻ്റെ അവസരത്തെ അനുഗ്രഹമാക്കി മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. 26-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്നതിനെ പോലെ ഒരു വലിയ ക്ഷാമം പിന്നീടുണ്ടായി. വായിക്കാൻ നമുക്ക് നേരമില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഗരാർ എന്നൊരു ദേശത്തിലേക്ക് പോകുകയാണ്. ഗരാർ എന്ന ദേശത്തിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ക്ഷാമകാലത്ത് തൻ്റെ അപ്പനായ അബ്രഹാം പണ്ട് പോയത് ഗരാർ എന്ന ദേശത്തായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രിയ മാതാപിതാക്കളെ നാം എങ്ങനെയാണോ നമ്മുടെ മക്കളുടെ മുൻപിൽ കാട്ടിക്കൊടുക്കുന്നത്, അതത്രേ നമ്മളുടെ മക്കൾ തലമുറ ആവർത്തിക്കുന്നതെന്നാണ്. 3-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ആ ദേശത്ത് ചെന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യഹോവ ഇസഹാക്കിനോട് പറയുകയാണ്, നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്ക് ഈ ദേശം, നിന്റെ അപ്പന് വാഗ്ദത്തം കൊടുത്ത ദേശം ഞാൻ നിന്റെ സന്തതിക്ക് തരും. ദൈവത്തിൻ്റെ ആലോചനയും അനുഗ്രഹവും പ്രാപിച്ച് ഇസഹാക്ക് ആ ദേശത്ത് താമസം ആരംഭിക്കുകയാണ്. കാരണം ഫെലിസ്ത്യരുടെ ദേശമാണത്, അമാലേക്കിൻ്റെ ദേശമാണത്. എങ്കിലും യഹോവ അവനോട് അവിടെ താമസിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇസഹാക്ക് അവിടെ താമസിക്കുകയാണ്. ഇവിടെ 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ ദേശത്ത് അവൻ വിത്ത് വിതച്ചു, അനേകം വർദ്ധിച്ച് അവൻ്റെ ധാന്യങ്ങൾ വന്നു, അവന് സമ്പത്തുണ്ടായി, അവൻ അവരെല്ലാവരിലേക്കാൾ സമ്പന്നനായി തീർന്നു. അത് കാരണം യഹോവയുടെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ വളർച്ച കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ അവനെ ആ ദേശത്ത് നിന്ന്, അവൻ്റെ കിണർ മൂടി അവനെ ആ ദേശത്ത് നിന്ന്, മണ്ണിട്ട് അവൻ്റെ കിണർ മൂടി ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിട്ടു. അന്യൊരു ദേശത്തെ, അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ അവൻ കൃഷി തുടങ്ങിയപ്പോൾ ഇടയന്മാർ വന്നവനെ ഓടിച്ചു വിട്ടു. 3-മതവൻ അടുത്തൊരു ദേശത്തേക്ക് പോയി, വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ഇടയന്മാർ അവൻ്റെ അപ്പൻ കുഴിച്ച കിണറ്റിൽ നിന്ന് പോലും അവകാശം കൊടുക്കാതെ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. 4-മത് ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോയി തൻ്റെ കൃഷികാര്യങ്ങൾ ചെയ്തു. ആരും അവനോട് ശണ്ടയിടാൻ വന്നില്ല. 22-ാം വാക്യങ്ങൾ പറയുകയാണ്, യഹോവ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അവൻ ആ ദേശത്തിന് രഹോബോത്ത് എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മളുടെ ശ്രദ്ധയെ രഹോബോത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പലപ്പോഴും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും കണ്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ തകർന്നു പോകുമ്പോൾ രഹോബോത്തിൻ്റെ അടുക്കൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ടാകും. പക്ഷെ പലപ്പോഴും വിശ്വാസത്തിൻ്റെ കിരീടം പ്രാപിക്കാതെ തിരിച്ചു വരുന്നവരാണ് നമ്മൾ. അപ്പൻ എന്ന കിരീടം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മൾ?
അമ്മയെന്ന കിരീടം, മക്കളെന്ന ഉത്തരവാദിത്തപ്പെട്ട കിരീടം രഹോബോത്തിന്റെ അനുഭവം നേടുന്നതിന് പകരം നിസ്സാര കാര്യത്തിന് നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മളെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഇസഹാക്കിന് അവിടെ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇസഹാക്ക് ആ ദേശത്തൊരു യാഗപീഠം പണിയുകയാണ്. യാഗപീഠത്തോട് ദൈവത്തെ ആരാധിക്കുവാൻ ഇസഹാക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രഹോബോത്തിന്റെ അനുഭവങ്ങൾ വരാത്തത് നമ്മളുടെ ജീവിത പ്രാർത്ഥനകളുടെ രീതികളുടെ വ്യത്യാസങ്ങൾ കൊണ്ടോ കുറവുകൾ കൊണ്ടാണോ? നമ്മുടെ ജീവിതത്തിൽ 3 തരം പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി കർത്താവ് നമ്മളെ ചെത്തിവെടിപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രതിസന്ധികളാണ്. കർത്താവ് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഇപ്പോൾ ഉള്ളതിലും അധികം നല്ലത് തരാൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ആലോചനയോടെ നൽകുന്ന ചില ചെത്തിവെടിപ്പാക്കലുകളാണ്. അവിടെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണോ? രണ്ടാമത്തെ പ്രതിസന്ധി ശത്രു നമ്മുടെ മേൽ വലവിരിച്ചിരിക്കുന്ന ചില പ്രതിസന്ധികളാണ്. മിത്രങ്ങളായി നിന്നുകൊണ്ട് നമ്മളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ശത്രുവിൻ്റെ ചില തന്ത്രങ്ങൾ നമ്മൾക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കും. അപ്പോഴും ഒരു വിശ്വാസി ഉറച്ചു നിന്നുകൊണ്ട് പറയണം, ആഭിചാരം യാക്കോബിനും ലക്ഷണങ്ങൾ ഇസ്രായേലിന്മേലും. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിനും ലക്ഷണം ഇസ്രായേലിന്മേലും ഏൽക്കാത്തത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും. ഏതെല്ലാം ശത്രു വലവിരിച്ചാലും നമുക്ക് മുൻപേ കടന്നു ചെല്ലുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു പ്രതിസന്ധി ഉണ്ട്. എന്താണെന്നറിയോ? നാം ഓരോരുത്തരും വിളിച്ചു വരുത്തുന്ന ചില പ്രതിസന്ധികൾ. നമ്മൾ ഓരോരുത്തരും ബോധപൂർവം ആദ്യം പറഞ്ഞതുപോലെ അരുതുകളെയും ഒക്കെ അതിരുകൾക്കൊന്നുമില്ലാതെ നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും തെറ്റിനെ ആവർത്തിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും ഒന്ന് ജയിക്കാൻ വേണ്ടി. വീട്ടിലെ നമ്മുടെ സംസാരം തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്നേഹമായിട്ടിരിക്കുമ്പോൾ വളരെ രഹസ്യമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? വളരെ താഴ്ന്ന ശബ്ദത്തിൽ. എന്നാൽ നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ സംസാരിക്കുക? വളരെ ഉറക്കെയാ സംസാരിക്കുക. കാരണം എന്താണ്? എൻ്റെ ഹൃദയവും അയാളുടെ ഹൃദയവും തമ്മിൽ ദൂരമേറെയാണ്. യഥാർത്ഥത്തിൽ ദൂരെയുള്ളവരോടല്ലേ നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഉറക്കെ വീട്ടിൽ ആക്രോശിക്കുന്നത്? എന്നിൽ നിന്ന് അയാളുടെ ഹൃദയത്തിന് ഒരുപാട് ദൂരമായിരിക്കുന്നു. അത് തെറ്റാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും ആ തെറ്റിനെ ആവർത്തിക്കുന്നവരാണോ? 2, എൻ്റെ പ്രാർത്ഥനകളുടെ രീതി തെറ്റാണെന്ന് ഓരോ പ്രാവശ്യവും ഞാൻ കേൾക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന രീതി തെറ്റാണെന്ന് നമുക്ക് ഓരോ പ്രാവശ്യവും അറിയാം. ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എൻ്റെ തലമുറയുടെ മുൻപിൽ മാതൃകയുള്ള വ്യക്തികളാണോ? പണ്ടൊന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിലും ഓലമേഞ്ഞ വീട്ടിലും ഇരുന്ന് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിക്കുമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. ഇന്ന് നമുക്കെല്ലാം ഉണ്ട് എങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളൊക്കെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയായി. എൻ്റെ അവകാശങ്ങൾ എപ്പോഴും ആ മുടിയനായ പുത്രൻ അപ്പൻ്റെ സന്നിധിയിൽ അവകാശങ്ങൾ ഇങ്ങിത്താ എന്ന് പറയുന്നത് പോലെ എൻ്റെ മക്കളുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണമെന്നറിഞ്ഞിട്ടും എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കൾക്കൊരു ഭയമുള്ളതായി തീരണം. ഓരോ തെറ്റിലേക്കും വഴുവഴുപ്പിലേക്കും അവരുടെ കൂട്ടുകാർ അവരെ ക്ഷണിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിരിക്കുന്ന അപ്പനെയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന കൃപയുള്ള അമ്മയെയും കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഇസഹാക്കിനെ പോലെ രഹോബോത്തിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾ ശക്തിയുള്ളതായി തീരണം. ഇന്ന് എന്താണ് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് അവരവർക്ക് തന്നെ ചിന്തിക്കാം. ഇന്ന് കുടുംബ പ്രാർത്ഥനകളെക്കാൾ കൂടുതൽ അഖണ്ഡ പ്രാർത്ഥനകളാണ് വീട്ടിൽ. എന്താ അഖണ്ഡ പ്രാർത്ഥന? നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ചെയിനായിട്ട് പ്രാർത്ഥിച്ചില്ലേ? ഒരാൾ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ അടുത്ത ആള്. അതുപോലെ നമ്മുടെ പല കുടുംബ പ്രാർത്ഥനകളും. അമ്മ അകത്ത് നിന്ന് പാട്ട് പാടും, അപ്പൻ വരാന്തയിലെ സ്റ്റെപ്പിലിരുന്ന് ഞാൻ വന്നോളാം എന്ന് പറയും.
മക്കള് ഒരാൾ മോൻ പുറത്തു പോയിരിക്കുകയാണ്, മോളാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞു വന്നതേ ഉള്ളൂ. എല്ലാവരും അവരവർക്ക് ചേരുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ട്, മോൻ പ്രാർത്ഥിച്ചോ, മോള് പ്രാർത്ഥിച്ചോ, മതി മതി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കുടുംബ പ്രാർത്ഥനകളുടെ മഹത്വങ്ങൾ മക്കളുടെ മുൻപിൽ കുറച്ചു കാണിക്കുന്ന മാതാപിതാക്കളാണോ നമ്മൾ? എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവന്റെ പാരമ്പര്യം? ക്രൈസ്തവന്റെ പാരമ്പര്യം അവന്റെ അടിസ്ഥാനപരമായി കുടുംബ പ്രാർത്ഥനകളിൽ ശക്തിപ്പെട്ടതാണ്. പ്രാർത്ഥനയുടെ പായിൽ അമ്മയുടെ മടിയിലിരുന്ന് കേട്ടും കണ്ടും അറിഞ്ഞും പഠിച്ചതല്ലേ നമ്മുടെ വിശ്വാസം. 12 വയസ്സുകാരനായ യേശു തമ്പുരാനെയും കൊണ്ട് അപ്പനും അമ്മയും യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് നമസ്കരിക്കാൻ പോയി. അവിടെ വെച്ച് പുത്രനെ കാണാതെ വന്നു. അവർ മകനെ അന്വേഷിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ച, ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുന്ന പുത്രനെയാണ്. അല്ലെ, എവിടെ നിന്നായിരുന്നു ഈ പരിജ്ഞാനം ലഭിച്ചത്? മനുഷ്യപുത്രനായി കർത്താവ് തമ്പുരാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണ വലയത്തിലായിരുന്നു. എന്നാൽ ഇന്നൊരു 12 വയസ്സുകാരനാകട്ടെ, ഒരു 16 വയസ്സുകാരനാകട്ടെ, കുടുംബ പ്രാർത്ഥനകളിൽ നിന്ന് ക്രൈസ്തവ മൂല്യങ്ങളെ പകർന്നു കൊടുക്കാൻ നാം അപ്പനും അമ്മയ്ക്കും സാധിക്കാറുണ്ടോ? പലപ്പോഴും രഹോബോത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്തതിന് കാരണം, കർത്താവേ എൻ്റെ തന്നെ കയ്യിലിരിപ്പാണോ എന്ന് കുടുംബ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇസഹാക്ക് യഹോവാവൻ ഇടമുണ്ടാക്കി ഉടനെ ആദ്യം ചെയ്തത് യാഗപീഠം പണിയുകയാണ്. എന്നാൽ ഇന്ന് കൂട്ടമായ ആരാധനയിൽ സംബന്ധിക്കാൻ നമുക്ക് മടിയാ, നമുക്ക് വളരെ മടിയാണ്. എന്ത്? കൂട്ടമായ ആരാധനയിൽ സംബന്ധിച്ചാൽ തന്നെയോ നമുക്കിഷ്ടമുള്ള സമയത്താണ് നമ്മൾ ഇവിടെ വന്ന് ചേരുന്നത്, ദേവാലയത്തിൽ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നുമല്ല. 2, ആവശ്യത്തിൽ ഏറെ അപകീർത്തികളും അവഖ്യാതികളും അപമാനങ്ങളും ഒക്കെ ഇന്ന് വിശ്വാസികളും സഭയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി ഇപ്പൊ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ കീറി മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തെരുവുകളിൽ. അപ്പോൾ പുതിയ തലമുറയുടെ മുൻപിൽ നമ്മൾ മാതൃക കാട്ടിക്കൊടുക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ദേവാലയങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ സ്വപ്നം കണ്ട ആലയമാണത്. ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാൻ നമ്മുടെ പിതാക്കന്മാർ സ്വപ്നം കണ്ടു പണിത ആലയങ്ങളിൽ നാളെ ഒരു കാലത്ത് നിൽക്കാൻ ആളില്ല എങ്കിൽ കാരണക്കാർ മക്കളല്ല, അത് വഴി കാട്ടിക്കൊടുക്കാത്ത നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടവരാണ്. ദൈവസന്നിധിയിൽ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടവരാണ്. കാരണം വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയെന്ന് നമ്മൾ പുത്തൻ തലമുറയെ വിളിക്കും. എന്നാൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. കുടുംബങ്ങളിൽ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഭാര്യ പറയുന്നത് ഭർത്താവിന്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ, നിങ്ങൾ എന്തോ എൻ്റെ പുറകെ നടന്നു പറയുന്നത്, എനിക്കൊന്നും. എന്തുകൊണ്ടാണ് നമുക്ക് പരസ്പരം മനസ്സിലാകാത്തത്? നമ്മുടെ ഭവനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ ഭാഷയെ തിരിച്ച് ഭവനത്തിലേക്ക് പിടിക്കണം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരാം. ഇവിടെ ഇസഹാക്ക് യാഗപീഠം പണിത് ആരാധിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ശത്രുക്കളായ ഫെലിസ്തീരും അമാലേക്യരും എല്ലാം അവനെ അന്വേഷിച്ചു വരിക. അത് കണ്ടിട്ട് ഇസഹാക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ? അവർ അവനോട് മറുപടിയായിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി. ശത്രു പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഏതെല്ലാം അസാധ്യങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് തലമുറ കാണാൻ തക്കവണ്ണം ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ അവസരങ്ങളെ, സന്തോഷങ്ങളുടെ അവസരങ്ങളെ എല്ലാം തന്നെ മാതൃകയുള്ള അവസരങ്ങളാക്കി മാറ്റണം. ആയതിന് നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളെ നിർത്തുക, 3 C വേണം. വളരെ വേഗത്തിൽ പറയുന്നത് കൊണ്ടാണ് അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് പറയുന്നത്. 1-ാമത്തെ C ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടാണ്? ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഭവനങ്ങളിൽ മാത്രമാണ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ദൈവസ്നേഹം പങ്കുവെക്കപ്പെടുന്നത്. പല വീടുകളിലും കണ്ടിട്ടുണ്ടോ? അപ്പൻ സൂപ്പറായിരിക്കും, അമ്മ
അതിനേക്കാൾ സൂപ്പറായിരിക്കും. പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്നാൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഹൈഡ്രജനും സൂപ്പറാണ്, ഓക്സിജനും സൂപ്പറാണ്, രണ്ടും കൂടെ ചേർന്നാൽ വെള്ളമായി ഒലിച്ചു പോകും. അല്ലേ? അങ്ങനെയല്ലേ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ പല കമ്മ്യൂണിക്കേഷനുകളും നടക്കുന്നില്ല. കോവിഡിൻ്റെ ബാക്കി പത്രമായിട്ട് ഇന്ന് നമ്മളിലുള്ളത് എന്തുമാത്രമാണെന്നറിയാമോ? സൗകര്യങ്ങൾ കൂടി. പണ്ട് ഒരു പായായിരുന്നു, ഒരു TV ആയിരുന്നു, ഒരു ഫോണായിരുന്നു, എല്ലാം ഒന്നായിരുന്നു. കോവിഡ് ആയപ്പോൾ ക്ലാസ്സിനായിട്ട് മുറികൾ കെട്ടിത്തിരിച്ചു, ഫോണുകൾ പ്രത്യേകമായി. ഇന്ന് വീടിൻ്റെ ഓരോ മുറികളും നമ്മൾ ഓരോ മതിലുകളാക്കി മാറ്റുന്നവരാണ്. എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുക, മുറിക്കകത്തേക്ക് കയറുക, അവനവൻ്റെ ഫോണും കൊണ്ടിരിക്കുക. കഴിക്കാൻ വിളിച്ചു കഴിയുമ്പോൾ എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങുക. ചോറെടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ ടി വിയും കൂടെ. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ സ്നേഹം പരസ്പരം പങ്കുവെക്കേണ്ട ഊണുമേശകളിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഭവനങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇത് ചെറുതല്ലാത്ത കാര്യമാണ്. പരസ്പരം മുഖത്ത് നോക്കിയാൽ സംസാരിക്കാൻ നമുക്കൊന്നുമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവസ്നേഹം നമ്മളിൽ നഷ്ടപ്പെടുക. ക്രിസ്തുവിനെ എൻ്റെ ജീവിത പങ്കാളിയിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കുറവുകളോടുകൂടി എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ, എൻ്റെ മരുമക്കളെ, എൻ്റെ മാതാപിതാക്കളെ കാണാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഊണുമേശകളിൽ ഉണ്ടാകണം. ഇല്ലായ്മയുടെ കാലത്ത് വളരെ കുറച്ചേ ഉള്ളുവെങ്കിലും എനിക്കുള്ളത് പകുത്തെൻ്റെ സഹോദരന് കൊടുക്കുന്നതായിരുന്നു നമ്മുടെ ശീലങ്ങൾ. എന്നാൽ ഇന്ന് ആരുടെ പാത്രത്തിൽ എന്താണുള്ളത്? എനിക്ക് വേണം. പക്ഷേ ആരെയാ നിനക്കേറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്നെയാണ് എനിക്കേറെ ഇഷ്ടം. പിന്നെ ആരെയാണ് നിനക്കേറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ എന്ന് പറയുന്ന തലമുറയെ വാർത്തെടുക്കുന്നത് നമ്മളല്ലേ? വീടുകളിൽ ഊണുമേശകളിൽ ഭക്ഷണമേശകളും കർത്തൃമേശകളുമാണ് പരസ്പരം നമ്മെ ബന്ധിപ്പിച്ചു നിർത്തുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ ഒരു പായിലിരുന്ന് പ്രാർത്ഥിക്കാനും, കുടുംബമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ഒന്നിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ആഹാരം കഴിച്ച് പരസ്പരം പങ്കുവെക്കാനും ബാല്യം മുതൽക്ക് തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ശീലം നമ്മളുടെ ഭവനത്തിൽ ഉണ്ടാകണം. അതിന് രണ്ടാമത്തെ C വേണം. ചില കോംപ്രമൈസുകൾ നമ്മുടെ ഇടയിൽ വേണം. കാരണം നമുക്കിന്ന് ഇല്ലാത്തതും എന്താണ്? നമുക്കാകെയുള്ളത് എന്താണെന്ന് അറിയുന്നത്? അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് താൽക്കാലികം. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, താൽക്കാലികമായൊരു. എന്നും നിങ്ങൾ ഈ പന്തലൂരാതിരുന്നാൽ ഈ സ്ഥലം തന്നയാള് നെഞ്ചത്ത്, ശരിയല്ലേ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പറ്റത്തില്ല. അക്കോമഡേഷൻ മാത്രമേ പറ്റുള്ളൂ. ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ ഞാൻ ചില കോംപ്രമൈസുകൾക്ക് വിധേയനായേ പറ്റൂ. അപ്പനായ ഞാൻ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്തുവാൻ എന്നിലെ ഞാൻ എന്ന വികാരത്തെ ചില കോംപ്രമൈസുകൾ ചെയ്തിട്ട് ഒരു ശുശ്രൂഷക്കാരനായി മാറണം. അമ്മയായ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ചില കോംപ്രമൈസുകൾ ചെയ്യണം. യേശുതമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളിൽ വലിയവൻ ആരാണ്? യേശുതമ്പുരാൻ അരയിൽ കച്ചകെട്ടി താന്നവരുടെ കാലിലിരുന്ന് കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ. ദൈവഹിതപ്രകാരം മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ യൗസേപ്പ് തയ്യാറായത് കണ്ടിട്ടും യൗസേപ്പിന്റെ ബലഹീനതകൾ, ഒരു സത്രം പോലും ചോദിച്ചു വാങ്ങാത്ത അറിയാത്ത യൗസേപ്പിന്റെ ബലഹീനതകളിൽ ചേർന്ന് നിന്നൊരു മറിയാമിന്റെ ശുശ്രൂഷ മനോഭാവവും നസ്രത്തിൽ കണ്ടുവളർന്ന ദൈവപുത്രൻ പറയുകയാണ്, ഞാനും ഒരു ശുശ്രൂഷക്കാരനാണ്. കുടുംബങ്ങളിൽ മക്കൾക്കൊരു ശുശ്രൂഷക്കാരാകാൻ, അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കുന്ന മക്കൾ, പരസ്പരം ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കളാകാൻ ചില കോംപ്രമൈസ്. എന്നിലെ ഞാൻ അവിടെ മുറിയണം. അതല്ലേ മേഘങ്ങൾ പഠിപ്പിക്കുന്നത്? മേഘങ്ങൾ മുറിഞ്ഞ് താഴേക്ക് പൊഴിയുന്നതല്ലേ മഴ? അല്ലേ? അതല്ലേ മഴ? വീണ്ടും മണ്ണിൽ വീഴുന്ന മണ്ണ് വീണ്ടും വീണ്ടും ഉടയ്ക്കപ്പെടുന്നതല്ലേ അത് കൃഷിക്ക് യോഗ്യമാകുന്നത്? മണ്ണിൽ വീഴുന്ന വിത്ത് അഴുകുമ്പോഴല്ലേ പുതിയ തൈ ഉണ്ടാകുന്നത്? ഈ തൈ വെയിലും മഴയും ഏൽക്കുമ്പോഴല്ലേ പുതിയ പൂ ഉണ്ടാകുന്നത്? ഇത് കായായി പൊട്ടുമ്പോഴല്ലേ പുതിയ ജീവൻ ഉണ്ടാകുന്നത്? കുടുംബ ബന്ധങ്ങളിൽ ചില കോംപ്രമൈസസ് ഉണ്ടാകാൻ ചിലപ്പോൾ ഒന്ന് പൊട്ടേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വരും, ചിലപ്പം ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. താഴ്ന്നു കൊടുക്കുമ്പോഴും വിട്ടുകൊടുക്കുമ്പോഴും ക്രിസ്തുവിനെ പ്രതി തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. അപമാനത്തെ അലക്ഷ്യമാക്കി, ഈ ഭൂമിയിലെ അപമാനത്തെ അലക്ഷ്യമാക്കി
ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തതുപോലെ എന്നെയും എനിക്ക് കൂടെ തന്നവരെയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തുവാൻ ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ വക്താവായി തീരണം. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ കാവൽക്കാരനായി തീരണം. ഞാൻ എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകളുടെ നാഥനായും നാഥയായും തീരണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചേ മതിയാവൂ എന്ന് വാശി ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകണം. അതെന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ചില കമ്മിറ്റ്മെൻറ്റുകളാണ്. മൂന്നാമത്തെ സി ആണത്. ചില കമ്മിറ്റ്മെൻറ്റുകൾ, നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എടുത്തിരിക്കുന്ന ചില കമ്മിറ്റ്മെൻറ്റുകളാണ്. അതിന് അപ്പനായ ഞാൻ, അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശുതമ്പുരാനെ കാണണമെന്ന് ചില യവനന്മാർ ആഗ്രഹിച്ചപ്പോൾ ഫിലിപ്പോസ് വന്ന് പറയുകയാണ്, യേശുതമ്പുരാനെ കാണാൻ ആള് വന്നിട്ടുണ്ടെന്ന്. യേശുതമ്പുരാൻ മറുപടിയായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? വരാനോ പോകാനോ അല്ല, കാണണമെന്നോ കാണണ്ടെന്നോ അല്ല കർത്താവ് പറയുന്നത്. ഗോതമ്പ് മണി നിലത്തു വീണ് അഴുകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. കർത്താവ് എന്താ പറയുന്നത്? ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നത് പോലെ ആയിരിക്കുന്ന ചില സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ആകേണ്ട സ്വഭാവത്തിലേക്ക് മാറാൻ, എന്നിലെ എന്നെ ഒന്ന് നോക്കാൻ, എൻ്റെ അവസരങ്ങളെ ദൈവമേ ചിലപ്പോൾ നാളെ ഇതെല്ലാം കേട്ടിട്ട് നാളെ രാവിലെ അത്രമേൽ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വരുമ്പോൾ, ഇല്ല, ഇതെനിക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു അവസരമാണ്, ഈ അവസരത്തെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ രമ്യ പ്രവാചകൻ നമ്മളോട് ചോദിക്കും, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്തു നീ എങ്ങനെ നിർഭയനായി വസിച്ചാൽ ഈ യോർദാൻ്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. യേശുവിനെ നാം നോക്കാൻ ആഗ്രഹിച്ചാൽ ഈ ഭൂമിയിലെ അപമാനങ്ങളെ അലക്ഷ്യമാക്കണം, ജീവിതത്തിൻ്റെ കുരിശുകളെ സഹിക്കണം. ആ കിട്ടുന്നതെല്ലാം അവസരങ്ങളാണെന്ന് നമ്മൾ ഏറ്റെടുക്കണം. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യ എന്ന് പറയാനൊക്കുമോ? വൈകിയ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം തന്ന ഏറ്റവും ബഹുമാന്യനായ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരോടും ഇതിൻ്റെ സംഘാടകരോടും ഇത്രയും നേരം വൈകിട്ടും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിലും വലുത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവരും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവ് സത്യമായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.